നമ്മൾ IoT-യുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി, IoT മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. IoT-യുടെ കുറച്ചും കൂടി ഒരു ആർക്കിടെക്ചറൽ ലെവലിൽ എന്നാലൊരു കോമൺ ആയിട്ടുള്ള കുറച്ച് ഒരു പെരിഫറിയിൽ വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതും കൂടി ഒന്ന് നോക്കി പോണത് നല്ലതായിരിക്കും. നമ്മൾ ആർക്കിടെക്ചർ ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ ഈ കുറച്ച് ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സെൻസേഴ്സിന്റെ പേരുകളാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ഇട്ടതല്ല, കുറച്ച് സെൻസേഴ്സിന്റെ പേര്. ആ സെൻസേഴ്സ് എന്തില് നമ്മൾ ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് ആണ് ഈ IoT, അതായത് ഓർഡിനോ ബോർഡിൽ ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻസേഴ്സിന്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല. അത് മാത്രമല്ല, ഈ സെൻസേഴ്സിന് ഓർഡിനോ ബോർഡുമായിട്ട് മാത്രമൊന്നല്ല, ബാക്കി എല്ലാ ബോർഡുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് എസ്പെഷ്യലി ഫോർ ഓർഡിനോ ബോർഡ് സർട്ടൻ സെൻസേഴ്സ് ആണ് സ്യൂട്ട് ചെയ്യുന്നത്. അതിൽ കുറച്ച് സെൻസേഴ്സിന്റെ പേരുകളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ഇതിട്ടത് ജസ്റ്റ് ഈ പേരുകൾ ഒന്ന് നോക്കി വെക്കാനാണ്. ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആണ് അല്ലെ. അതുപോലെ തന്നെ PIR ഫെമിലിയർ ആണ്, അൾട്രാസോണിക് ഫെമിലിയർ ആണ്, പ്രഷർ സെൻസർ ഫെമിലിയർ ആണ്, ദെൻ ബാക്കി ഗ്യാസ് സെൻസർ ഫെമിലിയർ ആണ്. ബാക്കിയൊന്നും നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ. സോ ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ് us get into the question. കുറച്ച് ആപ്ലിക്കേഷൻ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ യു ട്രൈ ടു ആൻസർ അലോങ് വിത്ത് മീ. വാട്ട് ഈസ് ദ ടേം ഫോർ ദി പ്രാക്ടീസ് ഓഫ് യൂസിങ് IoT സെൻസേഴ്സ്? ഇതാണ് കാര്യം. അതായത് സെൻസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യണേ? ടു മോണിറ്റർ ആൻഡ് മാനേജ് ദി കണ്ടീഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ആൻഡ് സീവേജ് സിസ്റ്റംസ്. അപ്പൊ അതിന് സ്യൂട്ടായിട്ട് വരുന്ന ഒരു ടേം എന്താണ്? സോ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, when IoT comes into the field, it becomes an automatic system അല്ലെ. ഒരു ഓട്ടോമേഷൻ ആണത്. ആൻഡ് ഓൾസോ ഇൻഫോർമേറ്റീവ്, അതായത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സിസ്റ്റംസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും ഉള്ള ഒരു സിസ്റ്റം ആണ്. സോ when IoT or when programming chips such as boards come into the picture, it becomes smart. Okay, അപ്പൊ സ്മാർട്ട് എന്ന് പേരായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ ഹിയർ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്മാർട്ട് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. യെസ്, സ്മാർട്ട് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. മെസ്സേജ് ചെയ്യുന്ന പോലെ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവിടെ നോക്കിക്കോളാം. സോ നമുക്ക് ഇതെല്ലാം കൺഫ്യൂസിങ് ആണ് അല്ലെ. കാരണം മോണിറ്ററിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓപ്ഷൻ ഉണ്ട്, വാട്ടർ മോണിറ്ററിങ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ മാനേജ് ദി കണ്ടീഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ. അപ്പോ ചിലപ്പോ ഇനി വാട്ടർ ഒപ്റ്റിമൈസേഷൻ ആയിരിക്കുമോ? ഇത് എല്ലാം കൂടി വരുന്ന ഒരു സംഭവമാണ് എന്ത്? സ്മാർട്ട് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. അപ്പോൾ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഈ രീതിയിലുള്ളത് തന്നെയാണ്. Which IoT application area focuses on using technology to improve the efficiency and safety of energy distribution networks? എന്തായിരിക്കും? യെസ്, പക്ഷെ ഇതില് സ്മാർട്ട് 3 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ബട്ട് ആ ടേമിലുണ്ട് എനർജി എന്നുള്ളൊരു ടേം വരുന്നുണ്ട് അല്ലെ. സോ ഇറ്റ് ഇസ് സ്മാർട്ട് എനർജി. അതിലൊക്കെ വരുന്നതാണ് ഈ സ്മാർട്ട് ഗ്രിഡ്, ആ രീതിയിലുള്ളതും. നെക്സ്റ്റ് ഇസ്, what is the term for the practice of IoT to optimize the use of energy in public transportation systems? എന്തായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? The practice of
സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ? 3. വേറെ ഓപ്ഷൻസ് ഒന്നും ആരും പറയണില്ല. ഡി. ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ടേംസ് പറയുന്നുണ്ടല്ലോ, ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് IoT ടു ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് എനർജി ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാള് അല്ലേ? അല്ലെങ്കിൽ ഈ സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്? അത് ഒരു സിറ്റി അല്ലെ, ഒരു സ്മാർട്ട് സിറ്റി ആവുമ്പോൾ അതിൽ ഒരു സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് മാനേജ് ചെയ്യുക, ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യുക, അവരെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുക, GPS സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്നത് ദ എനർജി ആണ്. സോ ഇറ്റ് കംസ് അണ്ടർ എനർജി മാനേജ്മെന്റ്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കി എടുക്കുക. ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് ആ പർട്ടിക്കുലർ ടേം പറയുന്നുണ്ട്, ആ ഒരു കോൺസെപ്റ്റ് അല്ലെ, എനർജി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ പറയുന്നു. നെക്സ്റ്റ് ഇസ് ദിസ് ഓൾസോ യു ക്യാൻ മാനേജ്, ഐ തിങ്ക് കണക്ടിവിറ്റി ടെക്നോളജി ആണ്, is commonly used for communication between IoT devices and smartphones. IoT devices and smartphones. വൈഫൈയിലേക്ക് പോണോ? യെസ്, വൈഫൈയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? വൈഫൈ എന്ന് പറയുന്നത് ഒന്നും കൂടി ഒരു നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നെറ്റ്വർക്കിലേക്ക്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് പോണതാണ്. ഇതിപ്പോ നമ്മുടെ സ്മാർട്ട് ഫോൺസും IoT ഡിവൈസസും ഒക്കെ ആയിട്ട് ഒരു സ്മോൾ റേഞ്ചിലുള്ള ഒരു കണക്ടിവിറ്റി മതി. ഒരു ലോ പവർ, ആ പവർ കൺസംഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ലോ പവർ, ലോ ലെവൽ എനർജിയിലുള്ള ഒരു കണക്ടിവിറ്റി മതി. സോ ബ്ലൂടൂത്ത് ആണ് ഇതിന്റെ ആൻസർ. നമ്മൾ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്, ഇത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതും അതെ, ഇത് പക്ഷെ ഒരു ഹൈ ലെവൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഒരു ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്കിലുള്ള, അത് റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണിത്. ലോറ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്, ലോറ കമ്മ്യൂണിക്കേഷൻ അതിൽ വരുന്നതാണ്. ഇപ്പൊ ഓരോ പ്രോട്ടോകോൾസ് ആണ്. ഇവിടെ അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂടൂത്ത് ആൻഡ് BLE, ദാറ്റ് ഇസ് ലോ എനർജി ബ്ലൂടൂത്ത്, ആർ യൂസ്ഡ് ഫോർ എവറിത്തിങ് ഫ്രം ഫിറ്റ്നസ് ആൻഡ് മെഡിക്കൽ വെയറബിൾസ് ലൈക്ക് സ്മാർട്ട് വാച്ചസ് ടു സ്മാർട്ട് ഹോം ഡിവൈസസ്. എല്ലാം is communicated to smartphones. അപ്പൊ സ്മാർട്ട് ഫോൺസും ഈ പറഞ്ഞ IoT സിസ്റ്റംസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് ആണ്. നെക്സ്റ്റ് ഇസ്, what is the term for the practice of using IoT sensors to monitor and manage the condition of equipment and machinery in manufacturing? Manage the condition of equipment and machinery. Which one once more? Okay, smart manufacturing. കുറച്ച് പേര് 1 app ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് 3 ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഇത് നമ്മൾ particularly here it is mentioned the condition of equipment and machinery ആണ്. Manage the condition of equipment and machinery, monitor and manage. Okay, but ഇതിന്റെ ആൻസർ നമുക്ക് equipment monitoring എന്ന് കൊടുക്കാം. But here if it is included in real time എന്ന് പറഞ്ഞിട്ടും കൂടി included ആണെങ്കിൽ, that means എല്ലാ റിയൽ ടൈമിലും അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ ഒരു ഇതിൽ വരികയാണെങ്കിൽ it comes under predictive management, maintenance. അറിയാലോ എന്താണ് predictive maintenance എന്ന്? എന്താ predictive maintenance? നമ്മള് ആ മെഷീനറിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അത് ഫോൾസിലേക്ക്, അതായത് അത് കേടാവുന്നതിന് മുന്നേ അത് പ്രെഡിക്റ്റ് ചെയ്ത് അത് നന്നാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഷട്ട് ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടി സിസ്റ്റംസ്. അപ്പൊ അത് അങ്ങനെ നമ്മള് പ്രെഡിക്റ്റീവ് മാനേജ്മെന്റ് മെയിൻ്റെനൻസ്
നടത്തണമെന്നുണ്ടെങ്കിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ഇസ് നീഡഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. റിയൽ ടൈം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ് എന്നാണ് അതിൽ വരിക. നെക്സ്റ്റ് ഇസ് which IoT application area focuses on using technology to improve the efficiency and safety of agricultural processes. നമുക്കിത് വേറെ ഓപ്ഷൻ അഗ്രികൾച്ചർ അല്ലാതെ തന്നിരിക്കുന്ന വേറെ ഓപ്ഷൻസിൽ ഒന്നും ഒരു ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആണ് അല്ലേ? സോ ഇറ്റ് ഇസ് സ്മാർട്ട്. നെക്സ്റ്റ് ഇസ് what is the term for practice of using IoT sensors to monitor and optimize the use of energy in heating, ventilation and air conditioning HVAC systems? ഇതൊന്ന് പറയൂ. Yes, you might be having a confusion between the third one and fourth one, അല്ലേ? എനർജി മാനേജ്മെന്റ് അല്ലേ എന്നുള്ളത്. ബട്ട് ചില ആപ്ലിക്കേഷൻസിന് IoT, അതായത് ചില സ്ഥലങ്ങളിൽ അതിനുവേണ്ടി മാത്രം IoTs ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഹൈ വോൾട്ട് AC ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? അതിന് പെർട്ടിക്കുലർലി IoTs ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആ സിസ്റ്റത്തിനെ തന്നെ നമ്മളിപ്പോ സ്മാർട്ട് TV എന്ന് പറയുന്നു അല്ലെ? സ്മാർട്ട് TV എന്ന് വെച്ചാൽ അതിന് ആ ടിവിക്ക് പെർട്ടിക്കുലർലി ഒരു IoT സിസ്റ്റം ഉണ്ട്. സോ ഇവിടെയും അതേപോലെ തന്നെ HVAC സിസ്റ്റത്തിന് ബാക്കി എല്ലാം ഇതന്നെയല്ലേ, ഹൈ വോൾട്ടേജ് സിസ്റ്റം തന്നെയല്ലേ ഇതെല്ലാം. സോ ഇതിനു വേണ്ടി പെർട്ടിക്കുലർലി IoTs ഉണ്ട്. സോ ഇതിനെ സ്മാർട്ട് HVAC എന്നാണ് പറയുന്നത്. കൺഫ്യൂസിങ് ആണ്, ബട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഏരിയക്ക് പെർട്ടിക്കുലർലി IoTs ആപ്ലിക്കബിൾ ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് സ്മാർട്ട്. നെക്സ്റ്റ്, ഇതും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ് ആൻസറുടെ അതേ മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. ലോ പവർ, ഷോർട്ട് റേഞ്ച് ഡിവൈസസ്, വെയറബിൾ, ഹെൽത്ത് കെയർ, ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഇറ്റ് ഇസ് ബ്ലൂടൂത്ത്. ഹിയർ what is the term for the practice of using IoT to optimize the management of traffic and transportation systems? Yes, it is smart traffic. Okay, traffic adinu vendi particularly IoT systems smart traffic എന്നാണ് നമ്മൾ അതിനെ പറയാ. ആസ് എ ഹോൾ വരുമ്പോ ഈ നേരത്തെ പറഞ്ഞ വേറൊരു സംഭവമല്ലേ, ഇത് ട്രാൻസ്പോർട്ടേഷന്റെ തന്നെ, അതും ട്രാഫിക്കും എല്ലാം കൂടി വരുമ്പോഴാണ് അത് മൊത്തത്തില് ഒരു ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആവുന്നത്. Which IoT connectivity technology is commonly used for communication between RFID? നിങ്ങൾ ടാഗ്സ്, RFID ടാഗ്സും റീഡേഴ്സും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. വിച്ച് വൺ? ഞാൻ ഓപ്ഷൻ നോക്കിയില്ല. വിച്ച് വൺ? യെസ്. അപ്പൊ ഇതിന് പെർട്ടിക്കുലർ നമ്മൾ ഈ റീഡറൊക്കെ ഇല്ലേ, റീഡറൊക്കെ ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുക. അതായത് നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ റീഡ് ചെയ്യുന്നില്ലേ, കോഡ് റീഡ്, ബാർകോഡ് റീഡേഴ്സ് പോലെ തന്നെയാണ് ഇത്. അപ്പൊ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിയർ ഫീൽഡ്, തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒരു കാർഡ് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെയാണ്. സോ ഇറ്റ് ഇസ് near field communication. Next, what's the term for the practice of using IoT sensors to monitor? ഇവിടെ monitor തന്നെയാണ്. and optimize ഉണ്ട് the use of energy in manufacturing facilities. Here, choose the right answer. ഏതായിരിക്കും? 4 ആണ് റൈറ്റ് ആൻസർ. ഒന്നുകൂടി നോക്ക്. മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ്. വാട്ട് ഷുഡ് ബി ഒപ്റ്റിമൈസ്ഡ്? അത് മാനുഫാക്ചറിങ് സാധനങ്ങളൊന്നും അല്ല, ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ ഒരു മെഷീൻ ആവാം, എന്തോ ആവാം, അതിന്റെ എനർജിയാണ്. സോ ഇറ്റ് ഈസ് എനർജി മാനേജ്മെന്റ്.
ഡൗട്ട് ആണ് ഏറ്റവും വലിയ എനിമി. അത് വൺസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ what is the term for the practice of using IoT sensors to monitor and manage the condition of bridges and other infrastructure? So of course it is smart. Which IoT application area focuses on using technology to improve the efficiency and safety of industrial processes? ഇതില് ബാക്കിയൊന്നും ബന്ധമില്ലാത്തതാണ് അല്ലെ? ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വന്നാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വേറൊരു ചിന്തിക്കേണ്ട കാര്യമില്ല. ഇൻഡസ്ട്രിയൽ IoT. What is the term for the practice of using IoT sensors to monitor and manage the condition of goods? അതെന്തായിരിക്കും? യെസ്, സ്മാർട്ട് ലോജിസ്റ്റിക്സ്. asset tracking, logistics, ഗൂഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൽ ലോജിസ്റ്റിക്സ് അല്ലേ വരുന്നത്? എവിടേക്ക് പോണം, എവിടെ എത്തി, അവരുടെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അറിയാം. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നില്ലേ, ട്രാക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ സാധനങ്ങൾ എവിടേക്ക് എത്തി എന്നുള്ള കാര്യങ്ങള്. സോ ഇറ്റ് ഈസ് സ്മാർട്ട് ലോജിസ്റ്റിക്സ്. നെക്സ്റ്റ് ഇസ് ദിസ് ഓൾസോ യു ക്യാൻ ആൻസർ. വലിയ പരിചയം ഇല്ലെങ്കിലും ആ ടേംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. as a term for the ability of the device to adapt and configure themselves based on their environment and conditions. ഇതിൽ നമ്മൾ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട് IoT-യിൽ. അതൊക്കെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ലേ? യെസ്, ഹിയർ ഇറ്റ് ഈസ് സെൽഫ് കോൺഫിഗറേഷൻ. അഡാപ്റ്റീവ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ AI ബേസ്ഡ് ചെയ്തിട്ടാണ്. AI-യും പിന്നെ എന്താ ഓട്ടോമേഷനിലൊക്കെ വരുന്ന സംഭവങ്ങളാണ് അഡാപ്റ്റീവ്. അതായത് നമ്മളൊരു മോഡലൊക്കെ ഉണ്ടാക്കി വെക്കും, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മോഡലിനനുസരിച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മാറും. അതാണ് അഡാപ്റ്റീവ്. ഇതിപ്പോ കോൺഫിഗർ ദംസെൽസ്. സോ അതാണ് സെൽഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് ഇപ്പൊ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നോക്കിയിട്ട് തന്നെ അത് AC കൂളിംഗ് കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ ഫാന് ഓൺ ആക്കുക, ഓഫ് ആക്കുക. ഇത് സെൽഫ് കോൺഫിഗറേഷൻ ആണ്. മാറ്റങ്ങൾക്കനുസരിച്ച് അത് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതും അതെ, മോണിറ്റർ സെൻസേഴ്സ് ഉണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ദ യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവിടെ IoT ഒക്കെ വരണം. സ്മാർട്ട് മാനുഫാക്ചറിങ്. കാരണം ഇത് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അത് വേറൊരു ഇതാണ്, വേറൊരു ഓപ്പറേഷൻ തന്നെയാണ് ഈ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഈ സെയിൽസ്മാൻ പ്രോബ്ലം എന്നൊക്കെ സോൾവ് ചെയ്തിട്ടില്ലേ, ലീനിയർ പ്രോഗ്രാമിംഗ്, LPP, സെയിൽസ്മാൻ പ്രോബ്ലം, അതുപോലെ തന്നെ വേറെ മാനുഫാക്ചറിങ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് സെക്ഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. മാത്തമാറ്റിക്സിന്റെ വേറൊരു ഇതാണ്. അവിടെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷനിലേക്ക് വരുന്നത്. ഇത് ഇറ്റ് ഈസ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് പേർപ്പസിനാണ് അല്ലേ? അപ്പൊ അത് ഇറ്റ് ഈസ് സ്മാർട്ട് മാനുഫാക്ചർ. ഈ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ കുറച്ചും കൂടി ഒരു മാനേജീരിയൽ സെക്ഷനിലേക്ക് പോയി. ഒരു ആപ്റ്റ് ആയിട്ടുള്ളത് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ സപ്പോസ് ഇവിടെ ഒരു എനർജി ആണ്, ഈ റിസോഴ്സിന്റെ സ്ഥലത്ത് എനർജി ആണ് വരുന്നതെങ്കിൽ യു മസ്റ്റ് ഗിവ് ദ ചാൻസ് ഫോർ എനർജി, സ്മാർട്ട് എനർജി സിസ്റ്റം അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റിലേക്ക് പോകണം. മനസ്സിലായി? കാരണം അതിന് അതിൻ്റെതായൊരു IoT സിസ്റ്റം തന്നെ ഉണ്ട്. എനർജി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു IoT സിസ്റ്റം ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലെ? യൂസ് ഓഫ് ക്ലൗഡ് ഇൻ സ്മാർട്ട് ഗ്രിഡ് ആർക്കിടെക്ചർ, ഇറ്റ് മാനേജ് ഡാറ്റ. ഓക്കെ, നമുക്ക് അവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സെൻസേഴ്സിൽ നിന്നാണ്. അതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. സെക്യൂരിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത ഡാറ്റ വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെച്ച് കമ്പ്യൂട്ടേഷൻസ് അപ്ലൈ ചെയ്യാം, മാനേജ് ചെയ്യാം.
ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. ദിസ് വൺ, ത്രൂ വിച്ച് നെറ്റ്വർക്ക് 3. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇത്? ത്രൂ വിച്ച് നെറ്റ്വർക്ക് ഡസ് ഓപ്പൺ IoT മാനേജ് registration deployment of sensors? This is GSM. This is open source system. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് GSM. ഇതെന്ന് പറയണതേ നമ്മുടെ ഓപ്പൺ സോഴ്സ് GSN അറിയാലോ, ഗ്ലോബൽ സർവീസ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ അതില് ഈ എക്സും കൂടി വരുമ്പോ അതൊരു സോഫ്റ്റ്വെയർ, അതായത് ഇതില് ഈ സെൻസേഴ്സിന്റെ ഡീറ്റെയിൽസും രജിസ്ട്രേഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് വരും. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു IoT സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഒരു സെൻസറും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പോയിട്ടാണ് അതിലേക്ക് ഈ ഒരു സെൻസറും കൂടി ആഡ് ചെയ്യണത്. ഈ ഒരു നെറ്റ്വർക്കിൽ കൂടെയാണ് നമ്മളത് സെൻസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സിന് പ്രത്യേകിച്ച് അതൊന്നും ഇല്ല, അതൊരു നെറ്റ്വർക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് GSN അറിയാലോ, ഗ്ലോബൽ സെൻസർ നെറ്റ്വർക്ക്. ഇത് HTTP, ഇതിലൊന്നും വരുന്നതല്ല. ഇത് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് അല്ലെ. ഇത് എന്ന് പറയുന്നത് XML വരുന്ന സ്പ്രെഡ്ഷീറ്റ്സിനെയാണ് LSM എന്ന് പറയുന്നത്. XML ലാംഗ്വേജ് ഇല്ലേ, അതില് നമ്മുടെ ഈ വേർഡില് വരുന്നില്ലേ, സ്പ്രെഡ്ഷീറ്റ് വരുന്നുണ്ട്, അതുപോലെ വേർഡ്, പവർ പോയിന്റ്, അതൊക്കെ പോലെ തന്നെ ഇതില് XML വരുന്ന സ്പ്രെഡ്ഷീറ്റ് ആണ്. ഈ ടേബിൾസ് എൻ്റർ ചെയ്യാനും കോളംസും ഇതൊക്കെ ലിസ്റ്റ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സോഫ്റ്റ്വെയർ ആണ് അത്. ഇതൊരു ഓപ്പൺ സിസ്റ്റം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലാന്ന് തോന്നുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് IoT സർവീസ് പ്രൊവൈഡർ. ബാക്കിയുള്ളതിന്റെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഈസ് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഡിസ്കസ് ചെയ്തതായിരുന്നോ ഇത്? ഓക്കെ, എനിഹൗ ഇറ്റ് ഈസ് ബിസിനസ് സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ബിസിനസ് സർവീസ് ആണ് SOA അല്ലെ, സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ, എസ്പെഷ്യലി ഫോർ ബിസിനസ് ആപ്ലിക്കേഷൻസിനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള ഒരു പേർപ്പസ് ആണ്. യെസ്, വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് ബിഫോർ. ഫുൾ ഫോം ഇസ് സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ. സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ IoT ബേസ് ചെയ്തിട്ട് വരുന്നതൊക്കെ സർവീസ് തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം, ബിസിനസ് ഏരിയയിലേക്കുള്ള സർവീസ്.